നീലിമയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി. അവൾ ആ വലിയ മുറിയിൽ നിന്ന് പുറത്തേക്കുള്ള ജനാല പതിയെ തുറന്നു. ഭൈരവ് അവളുടെ ഓരോ പ്രവൃത്തിയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ താണ്ടി നീലിമയ്ക്ക് എന്തായാലും രക്ഷപ്പെട്ടു പോവാൻ സാധിക്കില്ലെന്ന് അയാൾക്കറിയാം. പുറത്തേക്ക് നോക്കിയ നീലിമ ഞെട്ടിപ്പോയി. അവൾ അപ്പോഴുള്ളത് ഒരു വലിയ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലാണ്. അവിടെ നിന്നും ചാടി രക്ഷപ്പെടാൻ പോലും കഴിയില്ല. എന്റെ ദൈവമേ, കുറച്ച് താഴെ ആയിരുന്നേൽ ഈ ജനല് വഴിയെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടായിരുന്നു. ഇതിപ്പോ ഇവിടെ നിന്ന് ചാടിയ ജീവൻ പോയത് തന്നെ. നീലിമ ചിന്തിച്ചു. അപ്പോഴാണ് ആ മുറി അവൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. മുറിയിൽ ഭൈരവും അവളുമല്ലാതെ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 5-6 പേര് വേറെയുമുണ്ടെന്ന് അവൾ കണ്ടു. നീലിമ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെല്ലാം വീക്ഷിച്ചുകൊണ്ടാണ് അവരുടെ നിൽപ്പ്. എന്നെ എന്തിനാ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്? നിനക്കെന്ത് അതുകൊണ്ട് ലാഭം? നീലിമ ഭൈരവനോട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. നിന്നെക്കൊണ്ട് എനിക്ക് ചില ജോലികൾ ചെയ്യിക്കാനുണ്ട്, അതിനാ കൊണ്ടുവന്നത്. നീ ഇങ്ങനെ എന്നെ തുറച്ചു നോക്കേണ്ട കാര്യമൊന്നും ഇല്ല കൊച്ചേ. നിന്റെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ നീ ഇവിടെ ചെയ്യാൻ പോകുന്ന ജോലി, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വഴിയേ നീ എല്ലാം അറിഞ്ഞോളും. അത് കേട്ട് നീലിമയ്ക്ക് അല്പം ഭയം തോന്നിയെങ്കിലും അവൾ അത് ഭാവിച്ചില്ല. ഞാനൊരു കേസ് അങ്ങ് കൊടുത്താലുണ്ടല്ലോ, നീ ഈ കാണുന്നവരൊക്കെ ഉള്ളി കിടക്കും. അത്രയും പവറുള്ള ഒരാൾ എന്റെ പിറകിലുണ്ട്. നീലിമ പറഞ്ഞു. അയ്യോ, എവിടെ? നിന്റെ പിറകിൽ ആരും കാണുന്നില്ലല്ലോ. നീലിമയെ നോക്കി ഭൈരവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അവന്റെ ഗുണ്ടകളും വലിയ എന്തോ തമാശ കേട്ടതുപോലെ ആർത്തു ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് നീലിമയ്ക്ക് പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെയായി. വലിയ കോമഡി പറഞ്ഞല്ലേ, ഞാനും ചിരിച്ചേക്കാൻ വേണേൽ. അല്ല, ഈ നിൽക്കുന്നവരൊക്കെ തന്റെ പാവങ്ങൾ വല്ലോ ആണോ ഇത്ര ലോക്കൽ കോമഡി കേട്ട് ചിരിക്കാൻ? നീലിമ പറഞ്ഞു. അത് കേട്ട് ഗുണ്ടകൾ ദേഷ്യത്തോടെ അവളെ നോക്കി. ഭൈരവ് അപ്പോഴും മുഖത്തെ ചിരി മായാതെ തന്നെയാണ് നിന്നത്. കൊച്ചെ നോക്ക്, നിന്റെ ഈ വെപ്രാളവും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയൊക്കെ കളഞ്ഞിട്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്ക്. നിനക്ക് നീ ചിന്തിക്കുന്നതിനേക്കാളും ഉയർച്ച അതുകൊണ്ടുണ്ടാവും, ഭൈരവ് പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ നോക്കി. എനിക്കങ്ങനെ വല്ലവനും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളും ഞാനുമായി യാതൊരു ഡീലുമില്ല. മര്യാദയ്ക്ക് എന്നെ പുറത്തുവിട്, നീലിമ പറഞ്ഞു. ഞാൻ പറയുന്നത് അനുസരിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് നീ ഇനി പുറത്തു പോവില്ല. ജോലി മര്യാദയ്ക്ക് ചെയ്താൽ വല്ലതും തിന്നും കുടിച്ചിവിടെ കഴിയാം, ഭൈരവ് പറഞ്ഞു. അയാളോട് കൂടുതൽ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ഞാൻ ആരാണെന്ന് വിചാരിച്ചാ നീ സംസാരിക്കുന്നത്? നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു. നീ ആരായിരുന്നാലും എനിക്കൊരു കോപ്പുമില്ല. നിന്നെപ്പോലെ ഒരുപാട് എണ്ണത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ, ഭൈരവ് പറഞ്ഞു. നീലിമ ഭയത്തോടെ ചുറ്റും നോക്കി. താനുള്ളത് അത്ര സുരക്ഷിതമായൊരു സ്ഥലത്തല്ല എന്നും ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ തന്നെ ഇവിടെ എത്താനും കണ്ടുപിടിക്കാനും വളരെ കഷ്ടപ്പെടുമെന്നും നീലിമയ്ക്ക് അറിയാമായിരുന്നു. ഭൈരവ് വിചാരിച്ചാൽ മാത്രമേ തനിക്ക് ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കൂ. നീലിമ അയാളെ വീണ്ടും നോക്കി. എന്നിട്ട് പറഞ്ഞു. അതെ, തനിക്ക് ചിലവായ കാശ് എത്രയാണെന്ന് പറഞ്ഞാ ഞാൻ അതിന്റെ ഇരട്ടി തരാം. എന്നെ അങ്ങ് വിട്ടേക്കാമോ? ചുറ്റും നിന്നവരെല്ലാം ഭൈരവ് നീലിമയോട് സൗമ്യമായി ചിരിച്ച് സംസാരിക്കുന്നതിന്റെ അത്ഭുതത്തിലായിരുന്നു. ബോസ്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞത് കേട്ട് ഭൈരവ് നീലിമയുടെ അടുത്തു നിന്ന് മാറി എഴുന്നേറ്റു. ആരാ? ഭൈരവ് ചോദിച്ചു. വിശ്വ ഗ്രൂപ്പ്സ് MD സിദ്ധാർത്ഥ് വിശ്വ, അയാൾ പറഞ്ഞു. അത് കേട്ട് ഭൈരവിന്റെ മുഖം മാറി. അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്? കടത്തിവിടണ്ട, ഞാനിവിടെ ഇല്ലെന്ന് പോയി പറ, ഭൈരവ് പറഞ്ഞു. സോറി ബോസ്, ബോസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുപോയി, അയാൾ ജാള്യതയിൽ പറഞ്ഞു. ഓ കോപ്പ്, ഭൈരവ് തലയിൽ കൈവച്ചു പോയി. സിദ്ധാർത്ഥിന്റെ പേര് കേട്ടതോടെ നീലിമയുടെ കണ്ണുകൾ തിളങ്ങി. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എവിടെ നിന്നോ വീണ് കിട്ടിയ ധൈര്യം സംഭരിച്ച് നീലിമ എഴുന്നേറ്റു. അവൾ പുച്ഛത്തോടെ ഭൈരവനെ നോക്കി. പെട്ടെന്ന് ആരോ ചവിട്ടി തുറന്നതുപോലെ മുറിയുടെ വാതിൽ പാളികൾ അകത്തേക്ക് തെറിച്ചു വീണു. ഭൈരവും കൂട്ടാളികളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചെക്ക് ഷർട്ടിൽ ഹീറോ ലുക്കിൽ കറുത്ത കണ്ണടയും വെച്ച് വാതിലിന്റെ മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ പെട്ടെന്നുള്ള കടന്നുവരവ് ഭൈരവും കൂട്ടരും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെല്ലാവരും പരസ്പരം നോക്കി. സിദ്ധാർത്ഥിന്റെ സ്വഭാവം അവിടെയുള്ള മിക്കവർക്കും അറിയാവുന്നതാണ്. സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു. അവനെ കണ്ടപ്പോൾ മാത്രമാണ് നീലിമയ്ക്ക് സമാധാനമായത്. സിദ്ധാർത്ഥ്, നീ പോവാൻ നോക്ക്. നിന്നെപ്പോലെയുള്ള മാന്യന്മാർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല ഇത്, ഭൈരവ് ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മുഖം അത് കേട്ട് കൂടുതൽ ചുവന്നു.
അവൻ മുന്നോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവളെങ്ങ് വിട്ടേക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞേ. അതങ്ങ് ചെയ്താ മതി. കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ നീലിമ ഉടനെ സിദ്ധാർത്ഥിന്റെ അരികിൽ വന്നു നിന്ന് അവനെ നോക്കി. സിദ്ധാർത്ഥ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. സിദ്ധാർത്ഥ്, നീ ഇവളെയും കൊണ്ടങ്ങ് രക്ഷപ്പെട്ട് എളുപ്പം പോകുമെന്നാണോ കരുതുന്നത്? നിന്റെ കൂടെയുള്ള ബോഡി ഗാർഡ്സിന്റെ ബലത്തിലല്ലേ നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? ആകെ നിങ്ങളെല്ലാരും കൂടി 4 പേരേ ഉള്ളൂ. എന്നാ എനിക്കോ ഈ റൂമിന്റെ അകത്തും പുറത്തുമൊക്കെയായി 100 പേരുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും നീ ജീവനോടെ ഇവളെയും കൊണ്ട് പോവില്ല. ഭൈരവ് പറഞ്ഞു. ഭൈരവ്, സിദ്ധാർത്ഥ വിശ്വ ആരാണെന്നും എന്താണെന്നും നിനക്ക് നന്നായി അറിയാലോ. ഞാൻ ഒരു കാര്യത്തിനും വെറുതെ അങ്ങ് കയറി വരില്ല. ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവളെയും കൊണ്ടേ പോവും. സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഇവിടെ എന്റേതായ റൂൾസ് ഉണ്ട്. ഇവളെ നിനക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടു പോവാം. പക്ഷേ എനിക്ക് ചെലവായ പൈസ ഇവിടെ വെച്ചതിന് ശേഷം മാത്രം, ഭൈരവ് പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി. അവൻ ഒരിക്കലും നീലിമയ്ക്ക് വേണ്ടി അത്ര വലിയ തുക ചിലവാക്കാൻ പോകുന്നില്ലെന്ന് ഭൈരവ് ഊഹിച്ചു. അതുകൊണ്ടാണ് അവൻ സിദ്ധാർത്ഥിനോട് അങ്ങനെ പറഞ്ഞത് തന്നെ. പക്ഷേ അവന്റെ ഊഹം തെറ്റായിരുന്നു. ഭൈരവ്, നീ ചോദിച്ച 5 കോടി എനിക്ക് വെറും പുല്ലാണ്. ഇവൾക്ക് വേണ്ടി 10 കോടി വേണമെങ്കിലും ഞാൻ ചെലവാക്കും. സംശയമുണ്ടോ നിനക്ക്? സിദ്ധാർത്ഥ് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് നീലിമയും ഞെട്ടിപ്പോയി. സിദ്ധാർത്ഥ് തനിക്ക് വേണ്ടി അത്രയധികം പൈസ ചെലവാക്കാൻ തയ്യാറാകുമെന്ന് അവളും ഒരിക്കലും കരുതിയിരുന്നില്ല. സിദ്ധാർത്ഥ് തന്റെ കാര്യത്തിൽ വളരെ കരുതലുള്ള ആളാണെന്ന് അവൾക്കപ്പോൾ തോന്നി. അവൻ ഇടയ്ക്കെങ്കിലും തെറ്റിദ്ധരിച്ചു പോയതിൽ അവൾക്ക് കുറ്റബോധമുണ്ടായിരുന്നു. അല്ല, നീ കാര്യമായിട്ടാണോ സിദ്ധാർത്ഥി പറയുന്നത്? അതിനു മാത്രം ഇവള് നിന്റെ ആരാണ്? ഭൈരവ് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പേടിച്ച് അവനോട് ചേർന്ന് നിന്നു. ഇവളെന്റെ ആരാണെന്നൊന്നും എനിക്ക് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. 10 കോടി ഡീൽ ഉറപ്പിക്കാമോ? സിദ്ധാർത്ഥ് ചോദിച്ചു. പെട്ടെന്ന് ഭൈരവ് എന്തോ ആലോചിച്ച് നിന്ന ശേഷം പറഞ്ഞു, ഇല്ല, ഡീലില് ചെറിയൊരു മാറ്റമുണ്ട്. ഭൈരവ് പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കി. എന്ത് മാറ്റം? സിദ്ധാർത്ഥ് ആശങ്കയോടെ ചോദിച്ചു. ഭൈരവിനെ അടിച്ചിട്ട ശേഷം നീലിമയും കൊണ്ട് ഈസിയായി അവിടെ നിന്ന് മടങ്ങാൻ സിദ്ധാർത്ഥിന് കഴിയുമായിരുന്നു. പക്ഷേ ഭൈരവ് കാരണം നീലിമയ്ക്ക് ഭാവിയിലും ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ് അവനോട് സംസാരിച്ച് നിൽക്കുന്നത് പോലും. സിദ്ധാർത്ഥിന്റെ അടുത്തു നിന്നും അല്പം മാറി അവന്റെ ബോഡി ഗാർഡ്സും നിൽക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ നീലിമയും സിദ്ധാർത്ഥിനെയും രക്ഷിക്കാൻ അവർ സദാ ജാഗരൂകരായിരുന്നു. അപ്പോൾ ഭൈരവ് പറഞ്ഞു, സിദ്ധാർത്ഥ്, നീയല്ലേ പറഞ്ഞത് ഇവൾക്ക് വേണ്ടി എത്ര കോടി മുടക്കാനും റെഡിയാണെന്ന്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്. നീ ആ പറഞ്ഞത് സത്യമാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഭൈരവ് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ സിദ്ധാർത്ഥ് അവനെ തന്നെ നോക്കി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.